ഹലോ കൂട്ടുകാർ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു മിഠായിയാണ് കണ്ണുമിഠായി. കണ്ണുമിഠായി നേരത്തെ കുറച്ച് കുട്ടികൾ കഴിച്ച് ആരോഗ്യത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മിഠായികൾ വിൽക്കുന്ന ഷോപ്പുകളിൽ കയറി കണ്ണുമിഠായി വിൽക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് വിൽക്കരുത് എന്നുള്ള ഒരു സന്ദേശവും കൊടുക്കുന്നുണ്ട്. കണ്ണുമിഠായി വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്നും അവർക്ക് കണ്ണുമിഠായി കിട്ടുകയാണെങ്കിൽ അതിനെ ലാബിലേക്ക് വിട്ട് ഈ മിഠായി കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതിനാൽ ഈ മിഠായി ഇപ്പോൾ ലാബിലേക്ക് വിട്ട് ലാബിൽ നിന്നുമുള്ള റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. വന്നതിന് ശേഷം ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, തുടർന്ന് എല്ലാവർക്കും കഴിക്കാം എന്ന് ഉള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പോൾ ആ ഒരു മിഠായി കുട്ടികൾക്കും ആർക്കും മേടിച്ചു കൊടുക്കാതിരിക്കുക. എന്തായാലും കണ്ണുമിഠായിയുടെ റിസൾട്ട് വരുന്നതുവരെ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. കണ്ണുമിഠായിക്കായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വളരെ അധികം കരഞ്ഞ് വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് അവർ എന്ത് വാശി പിടിച്ചാലും കണ്ണുമിഠായി ഇപ്പോൾ തൽക്കാലം മേടിച്ചു കൊടുക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളത് നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാബിൽ നിന്നും ഈ ഒരു മിഠായി കൊടുത്ത് അവിടെ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നാൽ മാത്രമേ എത്രത്തോളം ഗുണനിലവാരമുണ്ട് ഇല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുള്ളൂ. അതുവരെ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി ആരും ഈ മിഠായി കുട്ടികൾക്ക് ദയവ് ചെയ്ത് മേടിച്ചു കൊടുക്കാതിരിക്കുക. അതേപോലെ ഷോപ്പ് ഉടമകളും ഇത്തരത്തിലുള്ള മിഠായി ദയവ് ചെയ്ത് തൽക്കാലം വിൽക്കാതിരിക്കുക. റിസൾട്ട് വന്നതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് തുടർന്നും എല്ലാ ഷോപ്പുകളിലും ഈ മിഠായി വിൽക്കാം, എല്ലാവർക്കും വാങ്ങിച്ച് കഴിക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് കഴിക്കാം. അതേപോലെ എല്ലാ ഷോപ്പ് ഉടമയും ദയവ് ചെയ്ത് ആ സമയത്ത് വിൽക്കുകയും ചെയ്യുക. ഇപ്പോൾ തൽക്കാലം എന്തായാലും വിൽക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ റിലേഷനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.